ഹായ് ഓൾ, ഇത് നമ്മൾ പുതിയൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡീറ്റാൻ സോപ്പാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഡാൽ. ഇതൊരു നമുക്കൊരു സ്പൂൺ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇത്രയും ഡാൽ എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട്, ക്രഷല്ല, നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് വേണം. ഈ ഡാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമുക്ക് ഹെൽത്തിയാണ്, നമുക്ക് കഴിക്കുമ്പോഴും നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഒരുപാട് ഗുണമുള്ളൊരു ഡാലാണ്. ഇതിന് മസൂർ ഡാൽ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഡാൽ ഒരു സ്പൂൺ നമുക്ക് വേണം. അപ്പോൾ നമ്മളത് പൊടിച്ചു, കണ്ടില്ലേ, ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഹാഫ് ടേബിൾ സ്പൂണാണ്. ഹാഫ് ടേബിൾ സ്പൂണിന് ഒരു സ്പൂൺ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. അതേ ടേബിൾ സ്പൂണിന് തന്നെ ഹാഫ് ടേബിൾ സ്പൂണാണ്, ഫുള്ളല്ല, ഹാഫ് ടേബിൾ സ്പൂൺ തന്നെ അരിപ്പൊടി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അരി എടുത്ത് പൊടിച്ച് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ അരി പൊടിച്ച് വെച്ചിരുന്നതിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മസൂർ ദാലിൻ്റെ പൊടിയും റൈസ് ഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യണം. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഹണിയാണ്. ഹണി ചേർത്തിട്ടുണ്ട്. ഇടുന്നത് ഇൻസ്റ്റൻറ്റിൻ്റെ ഈ ഒരു ബ്രൂവിൻ്റെ ഒരു കാപ്പിപ്പൊടിയാണ്. അത് നമ്മൾ ഈ ഒരു സ്പൂണ് അതും ഇടുന്നുണ്ട്. നമ്മൾ ഡീറ്റാനാണ് ഉണ്ടാക്കുന്നത്. ഡീറ്റാനിന് വേണ്ടിയുള്ളതാണ്. കോഫി പൗഡർ അതിന് ബെസ്റ്റാണ്. ഡീറ്റാനിന് വേണ്ടി നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന ഈ ബ്ലാക്ക് കളറിലെ കണ്ടോ ടാനൊക്കെ മാറ്റാൻ വേണ്ടിയുള്ളതാണിത്. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടിന്യൂറ്റി നിങ്ങൾ കീപ്പ് ചെയ്യണം. അപ്പം നമ്മൾ ഒരു ഡെയിലി വെളിയിൽ പോയിട്ട് വന്നതിന് ശേഷം ഈ സോപ്പിട്ട് കൈ കഴുകാൻ, ടാൻ ആയ കൈയും ഫേസും കഴുകാനായിട്ട് ഡെയിലി ശ്രമിക്കണം. എന്നാലേ നമുക്കത് യൂസ് ആകത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്ലിസറിനാണ്. കുറച്ച് ഗ്ലിസറിനും ആഡ് ചെയ്തു. റോസ് വാട്ടറാണ് വേണ്ടത്, റോസ് വാട്ടർ. അതും കുറച്ച് ഈ ഒരു സ്പൂണിന് തന്നെ കുറച്ച് ആഡ് ചെയ്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കാനും വേണ്ടി മാത്രമുള്ളത് ആഡ് ചെയ്യാം. അപ്പോൾ നോക്കണം എന്തുമാത്രം വേണമെന്നത് മിക്സ് ചെയ്യാൻ. രണ്ട് വൈറ്റമിനെയും ആഡ് ചെയ്ത് വരും. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മളതിനെ എടുക്കണം. ഇനി നമുക്ക് സോപ്പിൻ്റെ ബേസ് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളതിനെല്ലാം മുറിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇപ്പം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇതാണ് ഡീറ്റാൻ മിക്സ്. ഇത് നമ്മളിതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാവട്ടെ. ഇത് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്മെല്ലൊഴിക്കത്തുള്ളൂ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു എഫക്റ്റീവ് വേ ആണ് ടാൻ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ഇനി നമ്മളിതിനകത്തോട്ട് സ്മെൽ ആഡ് ചെയ്യുകയാണ്. കുറച്ചൊഴിച്ചാൽ മതി, കാരണം ഡീറ്റാൻ്റെ അല്ലേ. ഓക്കെ, 5-6 തുള്ളി ഒഴിച്ചിട്ടുള്ളൂ. നല്ല സ്മെല്ലാണ്, ഒരു ഫ്രഷ് സ്മെല്ലാണ്. നമ്മൾ ഒഴിക്കുന്ന സ്മെല്ല് ഇതാണ്, കണ്ടോ? ഈ സ്മെല്ലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. നല്ലൊരു മണമാണ്. നമുക്കിനി ഇത് മോൾഡിലോട്ട് ഒഴിക്കാം. ഇനി നമുക്കിത് ഈ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ചെറിയ ഇത്തിരി ബബിൾസ് ആയിട്ടുണ്ട്, അത് നമ്മൾ മാറ്റി കളയണം. സോപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിതിനെ ഇനി അൺമോൾഡ് ചെയ്യാം. കണ്ടില്ലേ, ഇത് നമ്മുടെ 50 ഗ്രാമിൻ്റെ സോപ്പാണേ. നമ്മുടെ രക്തചന്ദനത്തിൻ്റെ സോപ്പാണ്. നല്ല കിട്ടില്ല സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ സോപ്പ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം നമ്മളോട് പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.